ന്യൂ സൂര്യ ലേസ് ഹൗസ്. ഫോൺ നമ്പർ എല്ലാം ഉണ്ട്. സാധനങ്ങൾ ആവശ്യമുള്ളവർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് അവർ എത്തിക്കുകയും ചെയ്യും പാർസലായിട്ട്. എനിക്ക് തോന്നുന്നു ഇത് എറണാകുളത്തെ മേത്തം ബസാറിലെ ഏറ്റവും വലിയ കടയാണെന്നാണ്. ലേസുകളും ഹാങ്ങിങ്സും പല രീതിയിലുള്ള എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ്. ഇവിടെ നിന്ന് തന്നെ കിട്ടും. നമുക്ക് വേറെ കടകളിലേക്ക് പോകണോ എന്നില്ല. കാരണം ലേസിനൊക്കെ ഹോൾസെയിൽ റേറ്റാണ്. ഓരോന്നായിട്ട് ഒരു ലേസ് ഒരു 12-20 മീറ്ററിൻ്റെയൊക്കെ ലേസ് അങ്ങനെ കിട്ടും. അല്ലാതെ മുറിച്ചൊന്നും കിട്ടില്ല കേട്ടോ ഇവിടെ. പിന്നെ സിബാണെങ്കിലും നമുക്ക് ഒരെണ്ണം വേണമെങ്കിൽ ഒരെണ്ണമായിട്ട് കിട്ടും. അങ്ങനെ 2 എണ്ണം വേണമെങ്കിൽ 2 എണ്ണമായിട്ട് കിട്ടും. ഈ ലേസ് മാത്രം ഇങ്ങനെ നമ്മൾ റോളായിട്ട് മേടിക്കാൻ പാടുള്ളൂ. പിന്നെ ഇൻ്റർലോക്ക് മെഷീത്തിൻ്റെ ത്രെഡ് ലേസുകൾ മാത്രം പല രീതിയിൽ പല വെറൈറ്റിയിൽ താഴ്ഭാഗം മുതൽ മേൽഭാഗം വരെ സെറ്റ് ചെയ്തേക്കണേണ്. അതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് ഡെമ്മി നോക്കാൻ വേണ്ടി പോയിട്ടാ. ശരിക്കും നമ്മളിവിടെ ഡെമ്മി മേടിക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ പിടിക്കണമെന്ന് തോന്നി. ഇത് ഹാങ്ങിങ്സാണ്. പല ബോക്സുകൾ ഹാങ്ങിങ്സൊക്കെ സെറ്റായിട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ. സെറ്റെന്ന് വെച്ചാൽ ഒരു ജോഡിയായിട്ട് കിട്ടുമെന്ന് തോന്നണില്ല. 6 എടുക്കണം. 1/2 ഡസനായിട്ട് എടുക്കണം. ഇത് ബീഡ്സുകളാണ്. പിന്നെ ലേസ് തന്നെ ഗോൾഡൻ കളർ ലേസ് പല രീതിയിലുണ്ട്. പിന്നെ തട്ടത്തിന് ഒടിപ്പിക്കണ ലേസില്ലേ അത്, പിന്നെ എംബ്രോയ്ഡറി വർക്കുള്ള ലേസ്, പിന്നെ നമ്മൾ ഹാങ്ങിങ് ത്രെഡ് ചെയ്യണമില്ലേ അത് തന്നെ പല കളറിലുള്ളുണ്ട് ബ്ലൗസിൻ്റെ ബേക്കിൽ. പിന്നെ അക്കോബയുടെ ലേസ് ഉണ്ട്. ഇത് ഡൈയബിളാണ് ഈ ലേസ്. അത് തന്നെ പല കളറിലും ഉണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ വൈറ്റ് എടുത്തിട്ട് ഡൈയും ചെയ്യുകയും ചെയ്യാം. ഇത് വേണ്ട പല കളറിൽ പല വീതിയിലുണ്ട് അക്കോബയുടെ ലേസ് തന്നെ. ഒരുപാടുണ്ട്. നോക്കിയാലും മതിയാവില്ല, അതിനും മാത്രമുണ്ട്. പിന്നെ സാധാരണ ഗോൾഡൻ ലേസ് വീതി കുറഞ്ഞതും വീതി കൂടിയതും കട തന്നെ നല്ല വലിപ്പമുണ്ട്. ഇതിപ്പോൾ കുറച്ച് സ്പീഡിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അക്കോബയുടെ ലേസ് വീതി കൂടിയതും ഉണ്ട്. കളറ് ഉദ്ദേശിച്ച കളർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വൈറ്റ് എടുത്തിട്ട് ഡൈ ചെയ്യാം. ഇത് കല്ലുകളാണ്, സ്റ്റോണുകളില്ലേ. പിന്നെ കത്രിക, പിന്നെ പ്രസ് ബട്ടൺ ചെയ്യണ കത്രികയാണത്. കത്രികയല്ല, മെഷീനാണത്. പിന്നെ ഷുഗർ ബീഡ്സ്, സാരി ഫോള്, പല രീതിയിൽ ഷുഗർ ബീഡ്സ് തന്നെ പല കളറുകളായിട്ടുണ്ട്. ഇത് എംബ്രോയ്ഡറി എന്നുള്ള സെക്ഷനാണ് കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ അവരൊരു ചാർട്ട് തരും. അതിലിങ്ങനെ നമ്പർ എഴുതിയിട്ടുണ്ട് ഇന്ന കളറാണെന്നുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് നോക്കിയെടുക്കാൻ എളുപ്പമാണ്. ബോക്സ് ആണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ചാർട്ടിൽ തന്നെ കളറുകളുണ്ടാവും. അതുകൊണ്ട് ഗോൾഡൻ കളർ ലേസ് വീതി കൂടിയതുണ്ട്. പിന്നെ ബീഡ്സുകൾ തന്നെ പല സ്ഥലത്തുകളായിട്ട് ഇരിപ്പുണ്ട്. ഇത് ഈ മറ്റേ പഞ്ചിങ് ബീഡാണ്. പഞ്ചിങ് ബീഡല്ല ഇത്, ഇത് പഞ്ചിങ് ബീഡാണ്. പിന്നെ ലൈനിങ് ഒന്നും ഒരു ഇതായിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഒരു ബണ്ടിലായിട്ട് തന്നെ എടുക്കണം, ഒരു സെറ്റായിട്ട് തന്നെ എടുക്കണം. മുറിച്ചൊന്നും കിട്ടുമൊന്നുമില്ല. എത്ര മീറ്റർ വേണമെന്ന് വെച്ചാൽ അങ്ങനെ കിട്ടൂല. ഇത് തന്നെ കോട്ടൺ ഉണ്ട്, പോളിസ്റ്റർ ഉണ്ട്, ലൈനിങ് പല രീതിയിലുണ്ട്. സൂചി ലേസുകൾ കംപ്ലീറ്റ് കുറേ ഉണ്ട്. നമുക്ക് എത്ര എടുത്താലും മതിയാവില്ല. അതിന് മാത്രം നമുക്ക് വേറെ ഒരു കടയിലും കയറേണ്ട ആവശ്യമില്ല. ഈ കടയിൽ തന്നെ കയറിയാൽ മതി. ക്യാൻവാസ്, ഫ്രെയിം, പിന്നെ പുള്ളനൂലിൻ്റെ സ്ഥലത്തുനിന്ന് എനിക്ക് വരാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയും നല്ല പുള്ളനൂലിന് നല്ലൊരു തിളക്കവും കൂടി ഉണ്ട് ഇതിന്. ഇത് 400 മീറ്ററാണ് ഈ ഒരെണ്ണത്തിൽ ഒരു റോളിലുണ്ടാവണത്. 400 മീറ്റർ. നല്ല ഗ്ലേസിങ് ഉണ്ട് ഇതിന്. ഇത് 4 എണ്ണം കിട്ടും ഒരു സെറ്റിന്. 400 രൂപയാണ്. പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ റേറ്റ് മാറുമായിരിക്കും കേട്ടോ. പിന്നെ ഡ്രസ്സിൽ നമ്പർ ചെയ്യണത് താഴ്ഭാഗത്തിരിക്കണണ്ട അതുണ്ട്. XL, XXL അങ്ങനെ എത്താം. പിന്നെ പുള്ളനൂല് മേടിക്കാൻ നോക്കി, പിന്നെ വാങ്ങിച്ചില്ല. കാരണം എല്ലാം കൂടി നോക്കിയത് നമ്മൾ ഡെമ്മി നോക്കാൻ വേണ്ടി വന്നതാണല്ലോ. ആ കളർ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗിയായിരിക്കുമല്ലോ. ഡെമ്മി നോക്കണതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇത് വന്ന് ഞാൻ ഇതെടുക്കണത്. അപ്പോൾ ഹസ്ബൻഡ് ഡെമ്മി നോക്കി സെറ്റ് ചെയ്യണതാണ്. ഞാനതിൻ്റെ ഇടയിൽ കൂടി ഇത് പുള്ളനൂല് എടുക്കണമെന്നും പറഞ്ഞാണ് വന്നത്. പിന്നെ എടുത്തില്ല പുള്ളനൂല്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഫോണിൽ കാണുന്ന പോലെയല്ല, നല്ല ഗ്ലേസിങ് ഉണ്ട് അതിന്. പിന്നെ സാറ്റൻ റിബണ് വീതി കുറഞ്ഞത് മുതൽ വീതി കൂടിയത് വരെ ഉണ്ട്.
പിന്നെ ബട്ടൺസ്, ഇത് ബട്ടൺ നമുക്ക് ലൂസായിട്ട് കിട്ടൂല, ബട്ടൺ അടിക്കണ കടകളിലും മാത്രമേ ഇങ്ങനെ ഇത് സെറ്റായിട്ട് കൊണ്ടുപോകാറുള്ളൂ. പിന്നെ കോളറാണ് കേട്ടത്, നമുക്ക് ഷർട്ടിന് ആവശ്യാനുസരണം ഇതൊരു സെറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. പിന്നെ അത് മുറിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കോളർ നമുക്ക് വെട്ടിയെടുക്കാം. പിന്നെ അത് ക്രൈപ്പ് മെറ്റീരിയൽ ലൈനിങ് ആണ്. പിന്നെ ഇത് ഇൻ്റർലോക്ക് മെഷീനിൻ്റെ തന്നെ നൂലുണ്ട്. പിന്നെ ത്രെഡ് ഉണ്ട്, പൈപ്പിംഗ് ത്രെഡ് പല വീതിയിലുള്ള പൈപ്പിംഗ് ത്രെഡ് ഉണ്ട്. പിന്നെ വീതി കൂടിയ നൂലുണ്ട്. പൈപ്പിങ്ങിൻ്റെ ത്രെഡ് പോലത്തെ അല്ല, വീതി കൂടിയ ത്രെഡ് ഉണ്ട്. ഇതൊക്കെ ലേസുകളാണ് കേട്ടോ. പിന്നെ ഇത് പേനിൻ്റെ താഴ്ഭാഗത്ത് പിടിപ്പിക്കണതും, പിന്നെ കോളറിന് നമ്മൾ വെട്ടിയെടുക്കില്ല, അത് എലാസ്റ്റിക്, മെഷീനിൽ ഒഴിക്കുന്ന എണ്ണ, സൂചി, പിന്നെ ചെറിയ കത്രിക ഉണ്ടല്ലോ അത്, റിബൺ തന്നെ പല ടൈപ്പ്. നമുക്ക് എത്ര എന്തൊക്കെ ആവശ്യമുണ്ടോ ഈ നമുക്ക് അതൊക്കെ ഈ കടയിൽ നിന്ന് മാക്സിമം കിട്ടും. സൂചികൾ തന്നെ പല ടൈപ്പുകളാണത്, പല നമ്പറിലും. കേസ്, ഫോള്, സാരി ഫോളില്ലേ അത്. പിന്നെ ഈ ബെൽറ്റ് കണ്ട, ഇത് 150 രൂപ എങ്ങാനുമാണ്. ഞാൻ ചോദിച്ചതാണ് അവിടെ ഇരിക്കുന്ന ചേച്ചിനോട് ഇതിൻ്റെ റേറ്റ് എത്രയാണ്. കാരണം ഈ ഒരു ബെൽറ്റ് ഉണ്ടെങ്കിൽ എത്ര ലൂസുള്ള ഡ്രസ്സിന് നല്ലതാണ്. പിന്നെ കഴുത്തി നെക്കിൽ വെക്കുന്ന എംബ്രോയ്ഡറി ചെയ്തുകൊണ്ട്, പിന്നെ അവിടെ ഒരു ചേച്ചി ഇരുന്നിട്ട് ഇങ്ങനെ ഇത് 20 രൂപേൻ്റെയും 10 രൂപേൻ്റെയൊക്കെ പാക്കറ്റ് ഉണ്ടാവുമല്ലോ ബട്ടന്. പിന്നെ സെർദോസി 10 രൂപേൻ്റെ എല്ലാം തോന്നണം കേട്ടോ, 20 രൂപേൻ്റെ ആണെന്ന് തോന്നണം ആ പാക്കറ്റ്. അത് അവർ ഫില്ല് ചെയ്തും കൊണ്ടിരിക്കണമായിരുന്നു. കണ്ട, അതൊക്കെ സാരി ഫോള്, ലേസ്, പിന്നെ ഹാങ്ങിങ്, പിന്നെ 20 രൂപേൻ്റെ 10 രൂപേൻ്റെ പാക്കറ്റ് അത് പാക്ക് ചെയ്തത്. ബീഡ്സ് ഉണ്ട്, ചെറിയ ഷുഗർ ബീഡ്സ് ഉണ്ട്, പല രീതിയിലുള്ള സാധനങ്ങളുണ്ട്. നമുക്ക് കണ്ടാലും കൊതി തീരൂല. പിന്നെ സിബിൻ്റെ ഭാഗമെത്തിയപ്പോൾ ഞാനൊന്നിങ്ങനെ ഒരു സിബ് എടുത്തായിരുന്നു, 67 സിബ് ഞാൻ എടുത്തായിരുന്നു പല കളറുകളിൽ. ഇത് നമ്മൾ ആരി വർക്കിന് ഉപയോഗിക്കണം മുത്താണ്. സൂചി നൂലും കോർത്ത് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക. പല കളറുകളിലുണ്ട്, പല സെക്ഷനുകളും പിന്നെയും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കി പിന്നെ സ്കെയിലുകൾ, പിന്നെ ഈ മുത്തുകൾ കണ്ട, ഇത് ഫർദക്കൊക്കെ തുന്നണം മുത്തുകളും. പിന്നെ നല്ല മോഡൽ ഡ്രസ്സിനായിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തുന്നാം. ഇതിലെനിക്ക് തോന്നുന്നു സെക്ഷനിൽ വൈറ്റ് കളറാണെന്ന് തോന്നുന്നു കൂടുതൽ ഭംഗി. നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. ഞങ്ങൾ ഡെമ്മി എടുക്കാൻ വന്നിട്ട് കുറച്ച് നേരം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നോക്കി നിന്ന് പിന്നെ ഡെമ്മി നോക്കുകയായിരുന്നു കേട്ടോ. ഡെമ്മി നല്ലത് നോക്കി എടുത്തില്ലെങ്കിൽ അതിൻ്റെ കാൽഭാഗമൊക്കെ ഇളകണമെന്നുണ്ടെങ്കിൽ അത് പണിയാണ് നമുക്ക്. അപ്പോൾ അത് നല്ലത് തന്നെ നോക്കി എടുക്കണം. 10-ാം നമ്പറാണ് എടുത്തത് കണ്ടായിരുന്നല്ലോ. 10-ാം നമ്പർ എന്ന് പറയുമ്പോൾ 36 ഇഞ്ച് വണ്ണം വരും. പിന്നുള്ളത് 8-ാം നമ്പറാണ്. അതുകൊണ്ട് 10-ാം നമ്പർ തന്നെ എടുത്ത്. 10-ാം നമ്പർ ആകുമ്പോഴേ നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കാണാനായിട്ട്. അവർ പല സെക്ഷനുകളായിട്ട് ഇത് തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതെന്ത് സാധനമെന്ന് അറിയില്ല കേട്ടോ. ഇത് കൈച്ചെയിൻ ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.